എല്ലാവർക്കും നമസ്കാരം. എഡ്യൂപ്ലസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. BSc MIT അതായത് BSc മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ഇന്ന് അലൈഡ് ഹെൽത്ത് സയൻസ് മേഖലയിൽ ഒരു കരിയർ ആഗ്രഹിക്കുന്നവരുടെ ഒരു ടോപ്പ് ചോയ്സ് ആണ്. ഇന്ത്യയിലും വിദേശത്തും നിരവധി ജോലി അവസരങ്ങളുള്ള ഒരു പ്രൊഫഷണൽ പാരാമെഡിക്കൽ കോഴ്സാണിത്. ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമല്ല UK, അയർലാൻഡ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലും റേഡിയോഗ്രാഫേഴ്സിന് ഉള്ള മികച്ച അവസരങ്ങളും നല്ല പാക്കേജുമാണ് ഇതിന്റെ പ്രധാന കാരണങ്ങൾ. മിതമായ ഫീസിൽ ഏതെങ്കിലും ടോപ്പ് മെഡിക്കൽ കോളേജുകളിൽ BSc MIT കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായി കാണുക. മാത്രമല്ല, വീഡിയോയുടെ അവസാനം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ BSc MIT കോഴ്സിന് അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക. ഇനി BSc MIT കോഴ്സ് എന്താണെന്ന് നോക്കാം. BSc മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി കോഴ്സ് ഹോസ്പിറ്റലുകളിൽ ഉപയോഗിക്കുന്ന വിവിധ ഇമേജിംഗ് എക്യുപ്മെന്റ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നതും പേഷ്യന്റ് സ്കാനിംഗ് പ്രൊസീജിയേഴ്സ് മാനേജ് ചെയ്യുന്നതും പഠിപ്പിക്കുന്ന ഒരു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സാണ്. വിവിധ ഇമേജിംഗ് മെഷീൻസ് ഉപയോഗിച്ച് ഇമേജിംഗ് ടെസ്റ്റുകൾ ചെയ്യാൻ പഠിക്കുന്നതാണ് പ്രധാനമായും ഈ കോഴ്സിന്റെ ഉള്ളടക്കം. എക്സ്റേ, CT സ്കാൻ, MRI പോലുള്ള ഇമേജിംഗ് ടെക്നോളജീസ് ഉപയോഗിച്ച് രോഗങ്ങൾ ഡയഗ്നോസ് ചെയ്യുന്നതിൽ ഡോക്ടേഴ്സിനെ സഹായിക്കുന്ന ഒരു പ്രധാന റോളാണ് MIT ടെക്നോളജിസ്റ്റിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ മോഡേൺ ഹോസ്പിറ്റലുകളിൽ ഈ കോഴ്സ് പഠിച്ചവർക്കുള്ള ഡിമാൻഡ് സ്ഥിരമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി MIT കോഴ്സിന് അപ്ലൈ ചെയ്യാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. മിനിമം 50% മാർക്കെങ്കിലും നേടി +2 PCB സബ്ജക്ട്സ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പാസ്സായവർക്ക് ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി കേരളത്തിൽ MIT കോഴ്സിനുള്ള സീറ്റുകളും അഡ്മിഷനും ലഭിക്കാനുള്ള സാധ്യതകളും നോക്കാം. കേരളത്തിൽ BSc MIT കോഴ്സിന് വളരെ പരിമിതമായ സീറ്റുകൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. ഗവൺമെന്റ് കോളേജുകളിലെയും പ്രൈവറ്റ് കോളേജുകളിലെയും സീറ്റുകൾ ഉൾപ്പെടെ ഏകദേശം 80ഓളം സീറ്റുകൾ മാത്രമാണ് കേരളത്തിൽ ഈ കോഴ്സിനുള്ളത്. അതായത് നഴ്സിംഗ് കോഴ്സിനെ പോലെ 10,000 സീറ്റുകളില്ല. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷനും വളരെ കൂടുതലായിരിക്കും. ചുരുക്കത്തിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ ഈ കോഴ്സിന് മെറിറ്റ് കോട്ടയിൽ അഡ്മിഷൻ നേടാൻ സാധാരണയായി 96% മുകളിൽ മാർക്ക് വേണ്ടി വന്നേക്കാം. പ്രൈവറ്റ് കോളേജുകളിൽ മാർക്ക് കുറവുള്ളവർക്കും മാനേജ്മെന്റ് കോട്ടയിൽ MIT അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. എങ്കിലും ചില കോളേജുകളിൽ 90% മാർക്കെങ്കിലും വേണമെന്ന നിബന്ധനയുണ്ട്. മറ്റൊരു കാര്യം, പ്രൈവറ്റ് കോളേജുകളിലെ ഉയർന്ന ഫീസും മറ്റു ചാർജുമാണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് അല്പമെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി ശ്രദ്ധിച്ചു കേൾക്കണേ. ഇവിടെ പലർക്കും പറ്റുന്ന ഒരു വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് നോക്കാം. പലരും കേരളത്തിൽ ഓരോ പാരാമെഡിക്കൽ കോഴ്സുകൾക്കും ലഭ്യമായ സീറ്റുകളുടെ എണ്ണവും അലോട്ട്മെന്റ് കിട്ടാനുള്ള സാധ്യതയും മനസ്സിലാക്കാതെ 60% മാർക്കുള്ളവർ പോലും ഗവൺമെന്റ് കോളേജുകളിൽ മെറിറ്റ് കോട്ടയിൽ അലോട്ട്മെന്റ് പ്രതീക്ഷിച്ച് LBSന്റെ ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതുവരെ വെയിറ്റ് ചെയ്ത് ഒരു വർഷം നഷ്ടപ്പെടുത്താറുണ്ട്. കാരണം അവസാനത്തെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോഴേക്കും കേരളത്തിന് വെളിയിലുള്ള കോളേജുകളിൽ സീറ്റ് ഫുള്ളായിരിക്കും എന്നതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിലും പ്രൈവറ്റ് കോളേജുകളിലും പഠിക്കുന്നവർക്ക് കോഴ്സ് കഴിഞ്ഞാൽ പ്ലേസ്മെന്റ് നൽകുന്ന സംവിധാനം ഇല്ല എന്നതാണ്. അതായത് സ്റ്റുഡൻസ് തന്നെയാണ് കോഴ്സ് കഴിഞ്ഞ ശേഷം ജോലിയും കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിൽ ആദ്യമേ തന്നെ കേരളത്തിന് പുറത്ത്, പ്രത്യേകിച്ച് തമിഴ്നാട്, കർണാടക പോലുള്ള സ്ഥലങ്ങളിലെ ടോപ്പ് ഹോസ്പിറ്റലുകളിലോ മെഡിക്കൽ കോളേജുകളിലോ നേരത്തെ തന്നെ സീറ്റ് ബുക്ക് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. മാത്രമല്ല, എപ്പോഴും പ്ലേസ്മെന്റ് ഉള്ള കോളേജുകളിൽ മാത്രം പഠിക്കാൻ ശ്രമിക്കുക. കാരണം പലപ്പോഴും ഫ്രഷേഴ്സിന് ജോലി ലഭിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നതാണ്. BSc MIT ഉൾപ്പെടെയുള്ള വിവിധ കോഴ്സുകൾ പഠിക്കുന്നത് സ്റ്റുഡൻസിന് 100% പ്ലേസ്മെന്റ് നൽകുന്ന ഇന്ത്യയിലെ നമ്പർ 1 ഹോസ്പിറ്റൽ ഗ്രൂപ്പായ അപ്പോളോ മെഡിക്കൽ കോളേജ് പോലുള്ള സ്ഥാപനങ്ങളിൽ BSc MIT കോഴ്സിന് അഡ്മിഷൻ ഗൈഡൻസ് ആവശ്യമുള്ളവർ കമന്റ് ബോക്സിലൂടെ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇന്ത്യയിലെ തന്നെ മുൻനിര റേഡിയോളജിസ്റ്റുകളുടെ കീഴിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ഇമേജിംഗ് മെഷീനുകളിൽ ഉപയോഗിക്കാൻ ലഭിക്കുന്ന പരിശീലനവും ഇന്ത്യയിലും വിദേശത്തുമുള്ള ഹോസ്പിറ്റലുകൾ അപ്പോളോ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്വീകാര്യതയും മുൻഗണനയും നിങ്ങളുടെ പ്രൊഫഷണൽ കരിയറിനെ ഉയരങ്ങളിൽ എത്തിക്കാൻ സഹായിക്കുമെന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ ഫീസ് കുറവ് മാത്രം നോക്കി ഇങ്ങനെയുള്ള കോഴ്സുകൾ ഒരു എക്സ്റേ മെഷീൻ പോലുമില്ലാത്ത കോളേജുകളിൽ നിന്നും പഠിച്ചാൽ നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊണ്ട് പ്രത്യേക ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. കാരണം മറ്റുള്ളവരുടെ സഹായമില്ലാതെ തന്നെ ഏറ്റവും മോഡേൺ ആയ മെഷീനുകൾ പോലും ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു റേഡിയോഗ്രാഫറിന് മാത്രമേ ഇന്ത്യയിലായാലും വിദേശത്തായാലും ഡിമാൻഡ് ഉണ്ടാകൂ. ഉയർന്ന ശമ്പളത്തിൽ പെട്ടെന്ന് ജോലി ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ എപ്പോഴും ഏറ്റവും ലേറ്റസ്റ്റ് ആയ മെഷീനുകൾ ഉള്ള ടോപ്പ് മെഡിക്കൽ കോളേജുകളിൽ മാത്രം പഠിക്കാൻ ശ്രമിക്കുക. അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഈ കോഴ്സിന് പകരം മറ്റേതെങ്കിലും പാരാമെഡിക്കൽ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് എന്നുകൂടി സൂചിപ്പിക്കട്ടെ. ഇനി BSc MIT ഗ്രാജുവേറ്റ്സിനുള്ള ഇന്ത്യയിലും വിദേശത്തുമുള്ള ജോലി അവസരങ്ങൾ എന്താണെന്ന് നോക്കാം. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ റേഡിയോഗ്രാഫേഴ്സ് കൂടുതലായും അവസരങ്ങളുള്ളത് വലിയ ഹോസ്പിറ്റൽ ഗ്രൂപ്പുകളിലും ഡയഗ്നോസ്റ്റിക് സെന്ററുകളിലുമാണ്. ഭൂരിഭാഗം വിദ്യാർത്ഥികളും കോഴ്സ് കഴിഞ്ഞാൽ ജോലി നേടുന്നത് അപ്പോളോ ഹോസ്പിറ്റൽസ്, എയിംസ്, ഫോർട്ടിസ് ഹെൽത്ത് കെയർ, മണിപ്പാൽ ഹോസ്പിറ്റൽസ്, റിലയൻസ് ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽസ്,
ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽസ്, നാരായണ ഹൃദയാലയ പോലുള്ള വലിയ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും ഡോക്ടർ ലാൽ പാത്ത് ലാബ്സ്, SRL ഡയഗ്നോസ്റ്റിക്സ്, തൈറോ കെയർ പോലുള്ള ഡയഗ്നോസ്റ്റിക് സെന്ററുകളിലുമാണ്. ഇനി വിദേശ ജോലി അവസരങ്ങൾ നോക്കുകയാണെങ്കിൽ UAE, സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിരവധി അവസരങ്ങളാണ് ഉള്ളത്. ഗൾഫ് രാജ്യങ്ങളിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും മെഡി ക്ലിനിക് മിഡിൽ ഈസ്റ്റ്, ഓസ്റ്റർ DM ഹെൽത്ത് കെയർ, NMC ഹെൽത്ത് കെയർ, ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ പോലുള്ള ഹോസ്പിറ്റൽ ഗ്രൂപ്പുകളിലും റേഡിയോഗ്രാഫേഴ്സിന് ധാരാളം അവസരങ്ങളുണ്ട്. ടാക്സ് ഫ്രീ സാലറിയും അക്കോമഡേഷൻ പോലുള്ള ബെനിഫിറ്റ്സും ഈ രാജ്യങ്ങളിൽ ലഭിക്കുന്ന പ്രധാന അഡ്വാൻറ്റേജ് ആണ്. ഇനി മറ്റ് വിദേശ രാജ്യങ്ങളിലുള്ള അവസരങ്ങൾ നോക്കുകയാണെങ്കിൽ UK ആണ് ഏറ്റവും പോപ്പുലറായ ഡെസ്റ്റിനേഷൻ. UK-യിൽ നാഷണൽ ഹെൽത്ത് സർവീസ് NHS ആണ് റേഡിയോഗ്രാഫേഴ്സിന് ഏറ്റവും വലിയ എംപ്ലോയർ. അതോടൊപ്പം ഇൻഹെൽത്ത്, അലയൻസ് മെഡിക്കൽ, സ്പയർ ഹെൽത്ത് കെയർ പോലുള്ള പ്രൈവറ്റ് ഇമേജിംഗ് കമ്പനികളിലും അവസരങ്ങൾ നിരവധിയാണ്. അയർലൻഡിൽ ഹെൽത്ത് സർവീസ് എക്സിക്യൂട്ടീവ് എന്ന ഗവൺമെന്റ് ഹെൽത്ത് സിസ്റ്റത്തിലും മാറ്റർ ഹോസ്പിറ്റൽ, അലയൻസ് മെഡിക്കൽ, അഫീഡിയ പോലുള്ള സ്ഥാപനങ്ങളിലും റേഡിയോഗ്രാഫേഴ്സിന് ജോലി അവസരങ്ങളുണ്ട്. ഓസ്ട്രേലിയയിൽ NSW ഹെൽത്ത്, ക്യൂൻസ്ലാൻഡ് ഹെൽത്ത് പോലുള്ള ഗവൺമെന്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകളിലും ഐമെഡ് റേഡിയോളജി, സോണിക് ഹെൽത്ത് കെയർ, ഹീലിയസ് പോലുള്ള പ്രൈവറ്റ് ഇമേജിംഗ് കമ്പനികളിലും റേഡിയോഗ്രാഫേഴ്സിന് നല്ല ഡിമാൻഡുണ്ട്. ഉയർന്ന ശമ്പളവും നല്ല വർക്ക് ലൈഫ് ബാലൻസും ഓസ്ട്രേലിയയുടെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതേ രാജ്യങ്ങളിലെ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. കൂടാതെ കുറഞ്ഞത് 1-2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ജോലി കിട്ടാനുള്ള ചാൻസും വളരെ കൂടുതലായിരിക്കും. എന്നാൽ മുൻനിര ഹോസ്പിറ്റലുകളിൽ ഉള്ള അത്യാധുനിക ഇമേജിംഗ് മെഷീനുകളായ അൾട്രാ ഫാസ്റ്റ് AI പവേർഡ് XL 3T MRI, 256 സ്ലൈസ് CT സ്കാനർ, 4D അൾട്രാസൗണ്ട് തുടങ്ങിയ ലേറ്റസ്റ്റ് മെഷീനുകളിൽ ട്രെയിനിങ് ലഭിച്ചവർക്ക് എക്സ്പീരിയൻസ് അധികം ഇല്ലെങ്കിലും പെട്ടെന്ന് ജോലി ലഭിക്കാറുണ്ട്. അതായത് ഇങ്ങനെയുള്ള കോഴ്സുകൾ നിങ്ങൾ എവിടെ പഠിച്ചു എന്നതും ഏത് സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് എന്നതും വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർ പ്ലേസ്മെന്റ് ഓഫർ ചെയ്യുന്ന നല്ല ഹോസ്പിറ്റൽ എക്സ്പോഷർ ലഭിക്കുന്ന, ഏറ്റവും പ്രധാനമായി അത്യാധുനിക ഇമേജിംഗ് മെഷീൻസ് ഉള്ള ഏതെങ്കിലും മെഡിക്കൽ കോളേജുകൾ തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ വിദേശ ജോലി എന്നത് നിങ്ങളുടെ സ്വപ്നം മാത്രമായി അവശേഷിക്കാം. ചുരുക്കി പറഞ്ഞാൽ BSc MIT ഇന്ത്യയിലും വിദേശത്തും വളരെ നല്ല ഡിമാൻഡുള്ള ഒരു അലൈഡ് ഹെൽത്ത് സയൻസ് പ്രോഗ്രാമാണ്. പക്ഷേ കേരളത്തിൽ സീറ്റുകൾ വളരെ കുറവായതിനാൽ മെറിറ്റ് കോട്ടയിൽ അഡ്മിഷൻ നേടാൻ വളരെ ഉയർന്ന മാർക്ക് ആവശ്യമാണ്. നിങ്ങൾക്ക് കേരളത്തിലോ മറ്റു സംസ്ഥാനങ്ങളിലോ ടോപ്പ് മെഡിക്കൽ കോളേജുകളിൽ BSc MIT അല്ലെങ്കിൽ മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഏറ്റവും നല്ല ജോലി സാധ്യതയുള്ള മെഡിക്കൽ, പാരാമെഡിക്കൽ കോഴ്സുകളെ കുറിച്ച് അറിയാനും അഡ്മിഷൻ ഗൈഡൻസിനും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. കൂടാതെ BSc നഴ്സിംഗ്, BSc ന്യൂക്ലിയർ മെഡിസിൻ, BSc റേഡിയോതെറാപ്പി, BSc AT ആൻഡ് OT, BSc ഡയാലിസിസ്, BSc ഫിസിഷ്യൻ അസിസ്റ്റന്റ്, BSc ക്രിട്ടിക്കൽ കെയർ, BPT, MBBS, PhD, കൂടാതെ 100% പ്ലേസ്മെന്റ് ഉള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ, GNM, ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് തുടങ്ങിയ നിരവധി കോഴ്സുകളുടെ വീഡിയോകളും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അവ കാണാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മറുപടി നൽകുന്നതാണ്. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം.